വെജിറ്റയുടെ ഒപ്പം ചേർന്ന് ഫ്രീസയെ കൊല്ലാമെന്ന് പറഞ്ഞ സെർബോന്റെ വാക്ക് തള്ളിക്കൊണ്ട് മാരകമായ തേജശക്തി പ്രയോഗിച്ചുകൊണ്ട് സെർബോണെ കൊന്നുകളയുന്ന വെജിറ്റനെ കണ്ട് ഞെട്ടി വരേണ്ട ബുൾമയും ക്രില്ലിനും നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്കേൻ സാഗയുടെ 10ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. ക്രൂരമായ രീതിയിൽ തന്നെ സാർബോണെ കൊന്നുകളയുന്ന വെജിറ്റ പൊട്ടിപ്പൊട്ടി ചിരിച്ചുകൊണ്ട് ഫ്രീസയെ പോലെ ഒരു നികൃഷ്ടനായ രാക്ഷസനെ കൊല്ലുവാൻ വേണ്ടി നിന്നെ പോലെ ഒരു ഏപ്പരാജിയുടെ ഒന്നും സഹായം സയാൻ വംശക്കാർക്ക് ആവശ്യമില്ലടാന്നും പറഞ്ഞ് പൊട്ടിപ്പൊട്ടി ചിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന ബുൾമയും ക്രില്ലിനും ഭയന്ന് വിറച്ചവിടെ ഇരിക്കുമ്പോൾ തുടർന്ന് ക്രില്ലിനെ നോക്കിക്കൊണ്ട് വെജിറ്റ, ഭൂമിയിൽ വെച്ച് നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നിന്റെ പ്രാണശക്തി ഉയർന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും എന്നെ എതിർക്കാൻ മാത്രമുള്ള പ്രാണശക്തി ഒന്നും നിനക്കായിട്ടില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ഡ്രാഗൺ ബോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നീ എന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്റെ ജീവൻ ഞാൻ പിച്ചായി നൽകുന്നതാണ്. വെജിറ്റയുടെ വാക്കുകൾ കേൾക്കുന്ന ക്രില്ലിന് വളരെയധികം പേടി വരികയും ഞാനിത് തന്നാൽ ഞങ്ങളെ കൊല്ലാതെ വിടുമോ എന്ന് ചോദിച്ച് ക്രില്ലിന് ഒരു കരാറുണ്ടാക്കുകയും ചെയ്യുന്നു. എന്റെ മനസ്സ് മാറുന്നതിന് മുന്നേ അതെന്റെ കയ്യിൽ തരുന്നതാണ് നിനക്കൊക്കെ നല്ലതെന്ന് പറഞ്ഞ് വെജിറ്റ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുമ്പോൾ അങ്ങനെ ക്രില്ലിന്റെ ഡ്രാഗൺ ബോൾ കരസ്ഥമാക്കുന്ന വെജിറ്റ, ഇപ്പോഴും 7 ഡ്രാഗൺ ബോളുകൾ എന്റെ കരങ്ങളിലാണുള്ളത്. ഇനി ആ രാക്ഷസൻ ഫ്രീസയല്ല, ഞാനാണ് ഈ ലോകം ഭരിക്കാൻ പോകുന്നത്. ഞാൻ അമരത്വം നേടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിരിച്ചുകൊണ്ട് അവിടെ നിന്നും പറന്നു പോവുകയാണ്. എന്നാൽ അതെല്ലാം കേൾക്കുന്ന ബുൾമ, നീ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഡ്രാഗൺ ബോൾ തൂക്കിക്കൊണ്ട് വന്നത് ഇവന്റെ കയ്യിൽ കൊടുക്കാനായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ക്രില്ലിനോട് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അതെല്ലാം കേൾക്കുന്ന ക്രില്ലിൻ വളരെ നിരാശയോടെ, ഇപ്പോൾ അതല്ലാതെ എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ലായിരുന്നു. അത് കൊടുത്തില്ല എങ്കിൽ അവൻ നമ്മളെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞാനെ. അവന്റെ ശക്തിക്ക് മുന്നിൽ നമ്മളിപ്പോൾ വെറും അശു മാത്രമാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ക്രില്ലിൻ ധൈര്യം സമ്പാദിച്ചുകൊണ്ട് ആകാശത്തോട് നോക്കുകയും, ഇവന്മാരുടെ പദ്ധതികൾ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. ഗുഹാനെയാണ് എനിക്കിപ്പോൾ പ്രതീക്ഷ. അവൻ എടുക്കാൻ പോയ ഡ്രാഗൺ ബോൾ അവനിപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പോരാട്ടത്തിൽ നമ്മൾ തന്നെ ജയിക്കുന്നതാണ് എന്നും പറഞ്ഞ് ചിരിക്കുന്നു. അത് കേൾക്കുന്ന ബുൾമയ്ക്കും വളരെയധികം സന്തോഷം വരികയും, ശരിയാണ്, ഗുഹാൻ ഏത് സമയത്തും ഡ്രാഗൺ ബോളുമായി ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ, അതെനിക്കും അറിയാം ബുൾമ, പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയി ആ ദുഷ്ടനായി വെജിറ്റയുടെ മുന്നിൽ അവൻ പോയി പെടരുത് എന്നതാണ് എന്റെ ഇപ്പോഴുള്ള ഏക പ്രാർത്ഥന എന്നും പറഞ്ഞ് ക്രില്ലിൻ നാക്കുവായുടെ അകത്തോട്ട് ഇടുമ്പോഴത്തേനും ശരവേഗത്തിൽ പറന്നു വന്നുകൊണ്ടിരുന്ന ഗുഹാൻ ആകാശമാർഗെ അവനെതിരെ ശക്തനായ ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഗുഹാൻ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഗുഹാൻ പെട്ടെന്ന് ജീവനം കൊണ്ട് പാറി പറന്നൊരു മലയുടെ പുറകെ പോയി ഒളിച്ചു നിൽക്കുകയാണ്. വരുന്നത് വെജിറ്റയാണെന്ന് മനസ്സിലാക്കുന്ന ഗുഹാന്റെ ഹൃദയം വളരെ വലിയ രീതിയിൽ ഇടിക്കാൻ തുടങ്ങുകയാണ്. അവിടേക്ക് പാറി പറന്നു വന്ന വെജിറ്റയ്ക്ക് ശക്തനായ ആരുടെ കീയോടെ സെൻസ് ചെയ്യുകയും പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതായി മനസ്സിലാകുമ്പോൾ അത് ഉറപ്പായും ആ കാക്രോട്ടിന്റെ പുത്രൻ തന്നെയായിരിക്കും. അല്ലാതെ ആർക്കും പ്രാണശക്തി ഇതേപോലെ കീഴടക്കി വെക്കുവാൻ സാധിക്കുകയില്ല എന്നും പറഞ്ഞ് അവിടെ മുഴുവൻ ഗുഹാന് വേണ്ടി പരതുകയാണ്. ദേഷ്യം വരുന്ന വെജിറ്റ, എനിക്കറിയാം നീ ഇവിടെ തന്നെയുണ്ടെന്ന്. നീ പെട്ടെന്ന് കയറി വന്നില്ലെങ്കിൽ ഈ സ്ഥലം മുഴുവൻ ഞാൻ ചാമ്പലാക്കുമെന്നും പറഞ്ഞ് ഗുഹാനെ ഭീഷണിപ്പെടുത്തുമ്പോൾ വെജിറ്റയോട് യുദ്ധം ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഗുഹാൻ, വെജിറ്റയോട് പോരാടാൻ മാത്രമുള്ള ശക്തി അവർക്കില്ല എന്ന് പറഞ്ഞ് ക്രില്ലിന്റെ വാക്കുകൾ ഓർക്കുകയും അവന്റെ കയ്യിൽ മിച്ചമുള്ള ഡ്രാഗൺ ബോൾ എങ്കിലും സംരക്ഷിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ആ ഡ്രാഗൺ ബോൾ ഒരു മലയുടെ കീഴിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മുകളിലേക്ക് ധൈര്യം സമ്പാദിച്ച് കയറി ചെല്ലുകയാണ്. അവിടെ മുഴുവൻ ചാമ്പലാക്കാൻ വേണ്ടി തേജശക്തി ആവാഹിച്ചുകൊണ്ടിരുന്ന വെജിറ്റ ഗുഹാനെ കണ്ടതും വളരെയധികം സന്തോഷത്തോടെ അവിടേക്ക് പറന്നു ചെല്ലുകയാണ്. വെജിറ്റയുടെ കയ്യിലിരിക്കുന്ന വളരെ വലിയ ഡ്രാഗൺ ബോൾ കാണുന്ന ഗുഹാന് ക്രില്ലിനെയും ബുൾമയും കൊന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഡ്രാഗൺ ബോൾ ആണോ ഇവൻ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് വളരെയധികം ദേഷ്യമാണ് വരുന്നത്. നിനക്കത് ക്രില്ലിന്റെ കയ്യിലാണ് കിട്ടിയത്, നീ അവരെ കൊന്നോന്ന് ചോദിച്ച് ഗുഹാൻ വളരെ ദേഷ്യത്തോടെ അലറി ചോദിക്കുമ്പോൾ, നിർഭാഗ്യവശാൽ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല, അവരിപ്പോഴും ജീവനോടെ ഉണ്ടെന്നും പറഞ്ഞ് വെജിറ്റ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഗുഹാന്റെ കയ്യിൽ ഇരിക്കുന്ന വിചിത്രമായ ഉപകരണം കണ്ട് അത് എന്താണെന്ന് വെജിറ്റ തിരക്കുമ്പോൾ ഡ്രാഗൺ ബോൾ റഡാർ മറച്ചു വെച്ചുകൊണ്ട് അതൊരു ക്ലോക്ക് ആണെന്നും പറഞ്ഞ് ഗുഹാൻ തടി തപ്പുകയാണ്. ശേഷം ഗോകുവിടെ വന്നിട്ടുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടെ വെജിറ്റ ഗുഹാനോട് തിരക്കുമ്പോൾ, ഇല്ല, അദ്ദേഹം വന്നിട്ടില്ല എന്ന് ഗുഹാൻ പറയുന്ന അതേ നിമിഷം വളരെ സ്നേഹത്തോടെ ഗുഹാന്റെ തലയിൽ വെജിറ്റ കൈവച്ചുകൊണ്ട്, നീ എന്നെയും കാക്രോട്ടിനെയും പോലെ ഒരു സയാം വംശത്തിൽ പിറന്നവനാണ്, നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്, പക്ഷെ നീ കാക്രോട്ടിന് വേണ്ടി എനിക്കൊരു മെസ്സേജ് പറയണമെന്നും പറഞ്ഞ് വെജിറ്റയുടെ സർവ്വ ആരോഗ്യം എടുത്ത് മുട്ടുകാല് കൊണ്ട് ഗുഹാന്റെ വയറ്റിലേക്ക് ഒറ്റ കുത്തുകുത്തുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞ് നിലത്ത് വീഴുന്ന ഗുഹാന്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് വെജിറ്റ, നീ ഇത് അവനോട് പറയണം, എന്റെ കയ്യിൽ ഇപ്പോൾ 7 ഡ്രാഗൺ ബോളും ഉണ്ട്, എന്റെ വിഷ് ഗ്രാൻഡ് ചെയ്ത ഉടനെ ഞാൻ ആ ഭൂമിയിലേക്കാണ് വരുന്നത്, അവനെ
തിരക്കി, ഇത് അവനോട് പറഞ്ഞേക്കെന്നും പറഞ്ഞ് വെജിറ്റ വളരെയധികം അരിശത്തോടെ അവിടെ നിന്നും പറന്നു പോവുകയാണ്. വെജിറ്റ പോയതിനു ശേഷം തപ്പിത്തടഞ്ഞെണീക്കുന്ന ഗുഹാൻ തലയും കുത്തി അവരിൽ നിന്ന് മൺതേറ്റയുടെ മുകളിൽ നിന്നും താഴേക്ക് തന്നെ വീഴുമ്പോൾ എനിക്ക് വളരെയധികം വേദന അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അവനെ ഒളിപ്പിച്ച് വെച്ച ഡ്രാഗൺ ബോൾ എനിക്ക് എടുക്കാൻ സാധിച്ചില്ലേ, അതും മതി എനിക്ക് സന്തോഷിക്കാൻ എന്നും പറഞ്ഞ് ഡ്രാഗൺ ബോൾ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിന്റെ ഏതോ മൂലയിൽ കൂടെ പറന്നു വന്നിട്ടിരിക്കുന്ന ഗോകുവിന്റെ ക്യാപ്സൂളാണ്. വളരെ മുറിപ്പാടുകളും ക്ഷതവും പറ്റിയിരിക്കുന്ന ഗോകു അവന്റെ അവശേഷിക്കുന്ന മുഴുവൻ തേജശക്തിയും സംഭരിച്ചുകൊണ്ട് മേഹ എന്ന് ഉറക്കലറിക്കൊണ്ട് ആ സ്പേസ് ഷിപ്പിന്റെ ഒരു ഭാഗത്തേക്ക് ആ ശക്തി അയക്കുകയും കറങ്ങിത്തിരിഞ്ഞു വരുന്ന ശക്തി ഗോകുവിന്റെ ദേഹത്തേക്ക് വന്ന് തട്ടുകയും ചെയ്യുന്നു. പരിശീലനം ചെയ്യാൻ വേണ്ടി വളരെ നേരമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് ഗോകു തളർന്ന നിലത്തേക്ക് വീഴുകയാണ്. അവിടെ ഒരു ഇരിപ്പിടത്തിന് മുകളിലെ വെച്ചിരുന്ന സെൻസർ ബീം തപ്പിത്തടഞ്ഞു എന്ന് ഗോകു എടുത്ത് കഴിക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ മാറുന്നുണ്ടെങ്കിലും ഇനി ഒരു 2 ദിവസം മാത്രമാണ് എനിക്ക് മുന്നിലുള്ളത്, അതുകൊണ്ട് ഞാൻ രാക്ഷസനേക്കാളും ശക്തനായി മാറണമെന്നും പറഞ്ഞ് ഗോകു വീണ്ടും അവന്റെ മുഴുവൻ തേജശക്തിയെ ആവാഹിച്ചുകൊണ്ട് വീണ്ടും ആക്രമണ പരിശീലനങ്ങൾ അഴിച്ചുവിടുകയാണ്. അതേസമയം ക്രില്യൻ നവഗ്രഹത്തിലെ ഗുഹയുടെ പുറത്ത് നിന്നുകൊണ്ട് ഗുഹാൻ എന്താണ് വരാൻ വൈകുന്നത് എന്നോർത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബുൾമയോട് ഗുഹാൻ ആ വെജിറ്റയുടെ മുന്നിൽ പെട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് വളരെയധികം സംശയം തോന്നുന്നു, എത്രയും പെട്ടെന്ന് എല്ലാം വാരി വെച്ചോളൂ, വെജിറ്റയ്ക്ക് നമ്മുടെ ഈ താവളം മനസ്സിലായിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ഉടനെ പോകണം, ഗുഹാൻ വന്ന ഉടനെ എന്നും പറഞ്ഞ് ക്രില്യൻ അലറുകയാണ്. അതേസമയം ക്രില്യൻ നോക്കി നിന്ന ദിശയുടെ കുറച്ച് അപ്പുറത്ത് നിന്ന് ഒരു ദിവ്യപ്രകാശം കാണുകയും അവിടേക്ക് അത്ഭുതത്തോടെ നോക്കുന്ന ക്രില്യനെ വിസ്മയിപ്പിച്ചുകൊണ്ട് വളരെ വലിയൊരു ഡ്രാഗൺ ബോളും തൂക്കിക്കൊണ്ട് മിന്നൽ വേഗത്തിൽ ഗുഹാൻ പറന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ക്രില്യൻ കാണുന്നത്. ഞാൻ വന്ന വഴി വെജിറ്റേനെ കാണുകയുണ്ടായി, ഞാൻ ഒരു തരത്തിലാണ് അവന്റെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഗുഹാൻ പറയുമ്പോൾ അവൻ ഇവിടെയും വന്നിരുന്നു, നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്ന ആപത്താണ്, പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞ് അവരെല്ലാം ഡ്രാഗൺ ബോളും തൂക്കിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അതേസമയം നമക്കന്മാരെ കൊന്നുകൂട്ടിക്കൊണ്ട് ഡ്രാഗൺ ബോൾ വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തേക്ക് വെജിറ്റ ചെല്ലുകയും ഇനി ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ സ്വന്തമാണെന്നും പറഞ്ഞ് വെജിറ്റ വളരെയധികം സന്തോഷത്തോടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും ആ ഡ്രാഗൺ ബോൾ തപ്പി പോവുകയും ചെയ്യുന്നു. അവിടെ മുഴുവൻ പരത്തി നോക്കുന്നുണ്ടെങ്കിലും വെജിറ്റയ്ക്ക് ഡ്രാഗൺ ബോൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതേയില്ല. പെട്ടെന്ന് ഗുഹാനെ വഴിയിൽ വെച്ച് കണ്ടത് ഓർക്കുകയും അവന്റെ കയ്യിലുണ്ടായിരുന്ന ക്ലോക്ക് എന്ന് പറഞ്ഞ അവൻ മറച്ചു വെച്ച ഉപകരണം ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കുന്ന ഉപകരണമായിരിക്കുമെന്നും വെജിറ്റ ആലോചിക്കുകയും വളരെയധികം ദേഷ്യത്തോടെ നിന്നെയൊക്കെ എന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലൂടാന്നും പറഞ്ഞ് വളരെയധികം അരിശത്തോടെ വെജിറ്റ വെള്ളത്തിന് പുറത്തേക്ക് പാറി പറക്കുകയും ചെയ്യുന്നു. ശരവേഗത്തിൽ പാറി പറക്കുന്ന വെജിറ്റ ഞൊടിയിട കൊണ്ട് അവർ താമസിച്ചിരുന്ന ഗുഹയുടെ വെളിയിൽ ചെല്ലുകയാണ്. ഇറങ്ങി വടാ പന്നികളെ എന്നും പറഞ്ഞ് വെജിറ്റ അലറുന്നുണ്ടെങ്കിൽ ആരും ഇറങ്ങി വരാത്തത് കാരണം വളരെയധികം ദേഷ്യം വരുന്ന വെജിറ്റ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി ചെല്ലുകയും അവിടെയൊന്നും അവരെ കാണാതെ വരുന്ന വെജിറ്റ ഗുഹ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഉറപ്പായ ജന്തുക്കൾ ഇവിടെ നിന്നും കടന്നു കളഞ്ഞിട്ടുണ്ടാവും, എനിക്ക് അവന്മാരുടെ പ്രാണശക്തിയും ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല, നിന്നെയൊക്കെ എന്റെ കൺമുന്നിൽ കാണുന്ന നിമിഷം ഞാൻ ചാമ്പലാക്കി കളയിടാന്നും പറഞ്ഞ് വെജിറ്റ വളരെ ഉറക്കത്തിൽ അലറുകയാണ്. അതേസമയം കുറച്ചധികം ദൂരം മാറിയായി 2 മലകളുടെ ഇടയിലുള്ള ഒരു വിടവിൽ ഒളിച്ചു താമസിക്കുകയാണ് ഗുഹാനും ക്രില്യനും ബുൾമയും കൂടി. അച്ഛൻ വരുന്നിടം വരെ നമ്മൾ ഇവിടെ തന്നെ ഒളിച്ചു താമസിക്കുന്നതാണ് നല്ലതെന്ന് ഗുഹാൻ ബുൾമയോട് പറയുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബുൾമയെ നോക്കിക്കൊണ്ട് ക്രില്യൻ എനിക്ക് ഗുഹാനെ കൊണ്ട് ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് പോവേണ്ടതുണ്ട്, അതുവരെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്ക്, ഡ്രാഗൺ ബോളും നോക്കണമെന്നും പറഞ്ഞ് ഗുഹാനെ വിളിച്ചുകൊണ്ട് ക്രില്യൻ അവിടെ നിന്നും പോവുകയാണ്. ബുൾമയോട് ഒറ്റയ്ക്കാക്കി അവർ പോകുന്നു ഓർക്കുമ്പോൾ ബുൾമയ്ക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഗ്രാൻഡ് എൽഡറിന്റെ അനുഗ്രഹം പ്രാപ്തമാവുകയാണെങ്കിൽ ഗുഹാന് വെജിറ്റയോട് എതിരിട്ട് നിൽക്കുക മാത്രമുള്ള ശക്തി ഉണ്ടായാലോ എന്നും പറഞ്ഞ് ക്രില്യൻ ബുൾമയെ ആശ്വസിപ്പിക്കുകയാണ്. അതേസമയം ഫ്രീസയുടെ ഷിപ്പിനുള്ളിൽ കള്ളും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീസ സർബോനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, നീയൊക്കെ അവനെ കണ്ടിരുന്നോന്ന് അവിടെ നിൽക്കുന്ന ഫ്രീസയുടെ പടയാളികളോട് ചോദിക്കുകയാണ്. ഞങ്ങൾക്കറിയില്ല, ചിലപ്പോഴവൻ ചത്തുപോയിരിക്കാനാണ് ചാൻസ് എന്നും പറഞ്ഞ് അവർ പേടിച്ചു കുറച്ച് പറയുമ്പോഴായിരിക്കും എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു, ഞാൻ ജിയാനി ഫോഴ്സിനെ നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നും പറഞ്ഞ് ഫ്രീസ പല്ല് കടിക്കുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് 6 ഡ്രാഗൺ ബോളും കൂട്ടിവെച്ചുകൊണ്ട് അതിന് മുകളിൽ കയറിയിരിക്കുന്ന വെജിറ്റേനെയാണ്. ആ ചെറുക്കന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ റഡാർ തന്നെയായിരിക്കും. എന്നെ പോലെ തന്നെ അവന്മാർക്ക് ഈ ഡ്രാഗൺ ബോളുകൾ ആവശ്യമാണ്, അതുകൊണ്ട് അവന്മാർ ഇത് തേടി ഇങ്ങോട്ടേക്ക് വരുന്നതാണ്, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ഡ്രാഗൺ ബോൾ അവന്മാർ അടിച്ചോണ്ട് പോകുമെന്നും പറഞ്ഞ് വെജിറ്റ പല്ല് കടിച്ച് അവിടെ ഇരിക്കുകയാണ്. അതേസമയം വെജിറ്റ ഇരിക്കുന്നതിന് മുകളിൽ കൂടെ വളരെയധികം വേഗത്തിലും ശബ്ദത്തിലും ചുമന്ന നിറത്തിലൊരു തേജശക്തി ശരീരവേഗത്തിൽ പാഞ്ഞു വരുന്നത് കാണുന്ന വെജിറ്റയ്ക്ക് അത് ഫ്രീസ വെജിറ്റനെ കൊല്ലാൻ വേണ്ടി അയച്ച തേജശക്തിയാണെന്ന് മനസ്സിലാവുന്നു. എന്നിട്ടും കലിപ്പടങ്ങാത്ത ഫ്രീസ എനിക്ക് വെജിറ്റനെ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചേ മതിയാകുള്ളൂ എന്നും പറഞ്ഞ് ശരീരവേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പാറി പറക്കുകയാണ്. ഫ്രീസയുടെ മിന്നൽ വേഗത്തിലുള്ള ദേഷ്യത്തോടെയുള്ള പറക്കൽ കാരണം അവിടെ മുഴുവൻ ഭൂമിയിലുക്കം ഭൂകമ്പം പോലെ പ്രകമ്പനം കൊള്ളുകയും ബുൾമ നിന്നിരുന്ന ഇടം മുഴുവൻ പ്രകമ്പനം കൊള്ളുകയും ഡ്രാഗൺ ബോൾ ഉരുണ്ടുപോകാൻ തുടങ്ങുകയും ബുൾമ ഒരു തരത്തിൽ അത് പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു. ആ പ്രകമ്പനം എല്ലാം കാണുന്ന വെജിറ്റ ഉറപ്പായും ഫ്രീസ ഇപ്പോൾ ജിയാനി ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടാവും, അവന്മാരിവിടേക്ക് ഒഴിയാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നതാണ്, അതിനു മുന്നേ എനിക്കിതെല്ലാം സെറ്റ് ചെയ്യണം, എനിക്ക് അമരത്വം നേടണം, എനിക്കിതെല്ലാം കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് പല്ല് കടിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം വളരെ സാവധാനത്തിൽ അന്തരീക്ഷത്തിലൂടെ പറന്നു വെക്കൊണ്ടിരുന്ന ഗുഹാനെയും ക്രില്ലിനെയാണ് നമ്മൾ കാണുന്നത്. ഈ വേഗതയിൽ നമ്മൾ പറന്നു വെക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വെജിറ്റയ്ക്ക് നമ്മളെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് ക്രില്ലിനെ സന്തോഷിക്കുകയാണ്. വെജിറ്റ പഴയതിലും വളരെ ശക്തനായി മാറിയിട്ടുണ്ട്, അവനോട് മുട്ടി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല, എന്റെ മുന്നിൽ ഇപ്പൊ ഈ ഒരേ വഴിയേ ഉള്ളൂ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ക്രില്ലിയൻ ഗുഹാനോട് പറയുകയാണ്. അത് കേൾക്കുന്ന ഗുഹാൻ ഇനി അവിടെ പോയാൽ തന്നെയും എന്റെ ശക്തി ഗ്രാൻഡ് എൽഡറിന്റെ
വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ തന്നെ വെജിറ്റയുടെ മുട്ടി നിൽക്കാൻ മാത്രമുള്ള ശക്തി എനിക്ക് കിട്ടുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നതെന്ന് ഗുഹാൻ ക്രില്ലിനോട് ചോദിക്കുമ്പോൾ, നീ എന്ത് വിട്ടിത്തരമാണ് ഗുഹാൻ ഈ പറയുന്നത്? നിനക്ക് ഇനിയും അതിൽ സംശയമുണ്ടോ? ഒരു സാധാരണ മനുഷ്യനായി എന്റെ ശക്തി തന്നെ ഇത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സയാൻ വംശിയായി നിന്റെ ശക്തി എത്രയധികം വർദ്ധിക്കുമെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്നതും പറഞ്ഞ് ക്രില്ലിൻ ചിരിക്കുകയാണ്. അതേസമയം ക്യാപ്സൂളിനുള്ളിൽ കിടന്ന് വളരെ കഠിനമായ രീതിയിൽ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോകു കായക്കൈ ശക്തിയെ തന്നെ ആവാഹിച്ചെടുക്കുകയും അവന്റെ മുന്നിലേക്ക് ഒരു എനർജി അറ്റാക്ക് അയച്ചുകൊണ്ട് ശക്തിയായ കമേഹമേഹയോ എതിർദിശയിലേക്ക് അയച്ചുകൊണ്ട് രണ്ട് ദിശയിൽ നിന്നും പാഞ്ഞു വരുന്ന ശക്തി അവന്റെ ദേഹത്തേക്ക് ഇടിപ്പിക്കുകയാണ്. ഓരോ യുദ്ധത്തിനും ആക്രമണത്തിനു ശേഷം സയാന്മാരുടെ ശക്തി വർദ്ധിക്കുമെന്ന് ഗോകുവിന് അറിയില്ലെങ്കിൽ പോലും പരിശീലനത്തിന് വേണ്ടി ഇത്രയധികം കഠിനാധ്വാനം ചെയ്യുന്ന ഗോകുവിന്റെ ശക്തികളെല്ലാം ഓരോ ആക്രമണങ്ങളിൽ ശരീരത്തിലേക്ക് ഇടിച്ചിറങ്ങുന്ന ഗോകുവിന്റെ ശക്തി പിന്നെയും പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫ്രീസയുടെ താവളത്തിന്റെ കവാടത്തിന് മുന്നിൽ നിൽക്കുന്ന ഫ്രീസയോട് ഒരു അടിയാൾ വന്നുകൊണ്ട് ജിയോനി ഫോഴ്സ് ഈ ഗ്രഹത്തിന് അടുക്കൽ തന്നെ എത്തിയിട്ടുണ്ട്, അവർ കുറച്ച് സമയം കൊണ്ട് ഇവിടെ എത്തുന്നതാണെന്നും പറഞ്ഞ് ഫ്രീസയോട് പറയുമ്പോൾ, അതെന്തായാലും നന്നായി, വെജിറ്റയുടെ മരണമണി അടിക്കാനപ്പോ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ, അവന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലാകാൻ പോവുകയാണെന്നും പറഞ്ഞ് പൊട്ടി പൊട്ടി അട്ടഹസിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവരെ എനർജി മീറ്ററും കൊണ്ടാണ് വരുന്നത്, നിന്റെ ഒക്കെ കഥ കഴിയാൻ പോവുകയാണെന്നും പറഞ്ഞ് ഫ്രീസ അട്ടഹസിച്ചിരിക്കുന്നു. അതേസമയം ബഹിരാകാശത്തൂടെ 5 ക്യാപ്സൂൾ മിന്നൽ വേഗത്തിൽ പറന്നു വന്നുകൊണ്ടിരിക്കുന്നതായി കാണുകയും അതിനുള്ളിൽ അതീവ ശക്തിയുള്ളവരും അതിക്രൂരന്മാരുമായി 5 പേർ ഇരിക്കുന്നതും ശക്തരായ 5 രാക്ഷസന്മാരെ വഹിച്ചുകൊണ്ട് 5 ക്യാപ്സൂൾ നവഗ്രഹത്തിലേക്ക് ഇടിച്ചിറങ്ങാൻ തുടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.